നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ നാളായിട്ട് എപ്പോഴവസാനിക്കും, എപ്പോഴാണ് പ്രതികളിലേക്ക് എത്താൻ പോകുന്നത്, ശബരിമലയിലെ സ്വർണം എവിടെയാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ജനങ്ങൾ, വിശ്വാസികളൊക്കെ ഉറ്റുനോക്കുന്നത്. SIT കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറച്ചു കാലമായിട്ട്, കുറച്ച് സമയമായിട്ട് ഈ ഒരു അന്വേഷണത്തിൽ ഒരു മെല്ലെപ്പോക്ക് കാണാൻ ഇടയായി. ഇപ്പോഴിതാ ആ മെല്ലെപ്പോക്കിനിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഒരു വശത്ത് ഉയരുമ്പോൾ ഇന്ന് നിർണായകമായിട്ടുള്ള നടപടിയിലേക്കാണ് SIT കടന്നിരിക്കുന്നത്. ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇന്ന് SITക്ക് മുൻപിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതേ സമയത്ത് മറുവശത്ത് SITയുടെ നിർണായകമായിട്ടുള്ള ഒരു നടപടിയായിട്ട് മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആ മുഖ്യന്മാരിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ആളുകളുടെ മുഖങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. ഇനി ഇതിന്റെ തലസ്ഥാനത്തുള്ള ആരാണ് ഇങ്ങനെയൊരു ഐഡിയ അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചത്, അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഉപയോഗിച്ചത് എന്നത് കൂടെയാണ് അറിയാനുള്ളത്. എന്തായാലും ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കുള്ള ദൂരം ഇനി അത്ര വിദൂരമല്ല. SIT അന്വേഷണ സംഘം കൃത്യമായിട്ട് ആ പ്രധാനിയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. എന്തായാലും ഒരു വശത്ത് SITയുടെ അന്വേഷണങ്ങളും നടപടികളും ഇങ്ങനെ കടന്നു പോകുമ്പോഴും മറുവശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്ന് തലസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണം എവിടെയെന്ന് പോലും ഇത്രയും ദിവസമായിട്ട് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. പോലീസിന്റെ ബാരിക്കേഡ് തകർത്തുകൊണ്ട്, പോലീസിന്റെ വാഹനം അടിച്ചു പൊട്ടിച്ചുകൊണ്ട്, പോലീസ് യൂണിഫോമുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളടക്കമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്നുണ്ടായത്. വലിയ പ്രതിഷേധം, പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും അടക്കമായിരുന്നു. ജലപീരങ്കി പ്രയോഗിച്ചു. എന്തായാലും ആ ഒരു സമര സാഹചര്യത്തിലെ ദൃശ്യങ്ങളിലേക്ക് കൂടെ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ശ്രീ ജോമോൻ ജോസ്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ അജയ്, പ്രിയപ്പെട്ട ശ്രീ നീതു ഉൾപ്പെടെ സമരത്തിലേക്ക് കടന്നുവന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രിയങ്കരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട ഫൈസൽ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളും, ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ലജീർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് SITയുടെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത്. ഈ SIT എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു അന്വേഷണ സംഘമാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ SITയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ
അതേ ഹൈക്കോടതിക്ക് തന്നെ കഴിഞ്ഞ ഡിസംബർ മാസം 5-ാം തീയതി മുതൽ ഗുരുതരമായ രീതിയിലുള്ള ആലസ്യത്തിലാണ് ഈ SITയുടെ സംഘത്തിന്റെ ഈ അന്വേഷണം പോകുന്നതെന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഈ SITയെ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് സമ്മർദ്ദപ്പെടുത്തുകയാണ്. SITയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള നിരന്തരമായ ശ്രമം ഉണ്ടാകുന്നു. CPMന്റെ മുൻ MLA പത്മകുമാറിനെ പോലെ ഒരു നേതാവ് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിലും കൃത്യമായ രീതിയിലുള്ള ഇടപെടലിലൂടെ ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് മാത്രമാണ്. ആ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ CPM ശ്രമിക്കുകയാണ്. നോക്കൂ, ഇതുവരെയും പത്മകുമാറിനെതിരെ, വാസുവിനെതിരെ CPMന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല. ശബരിമല എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിനകത്തെ കോടാനുകോടി ജനങ്ങളുടെ വിശ്വാസ കേന്ദ്രമാണ്. ഈ സംസ്ഥാനത്തിന് പുറത്തു നിന്നും ലക്ഷക്കണക്കിന് വിശ്വാസികൾ കടന്നു വരുന്ന ഒരു ഹൈന്ദവ മതാചാര പ്രകാരമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലേക്ക് കന്നി അയ്യപ്പന്മാർ മല ചവിട്ടാൻ വേണ്ടി കടന്നു പോകുന്ന പോലും അവരുടെ തിരുമുറയിൽ പോയി അവിടെ പേട്ടുന്നതിന് ശേഷമാണ്. എന്ന് വെച്ചാൽ ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും മതേതര പാരമ്പര്യമുള്ള മതമൈത്രിക്ക് കോരികെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത്. ആ ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പങ്ങളും സ്വർണ്ണപ്പാടയും അടക്കമുള്ള പീഠമുൾപ്പെടെ മോഷണം പോകുന്നു എന്ന് പറഞ്ഞാൽ, സ്വർണ്ണക്കൊള്ള നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിനകത്ത് എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടക്കാൻ ഇനി സാധ്യതയില്ലാത്തതായിട്ടുള്ളത്? ദേവന്റെ തിരുസന്നിധിയിൽ നിന്ന് പോലും മോഷണം നടത്തുന്ന ആളുകൾക്ക്, ഇരുട്ട് സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളായി CPMന്റെ നേതാക്കന്മാർ മാറുന്നു. CPIയുടെ ഉന്നതരായ നേതാക്കന്മാരടക്കമുള്ള ആ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിക്ക് അതിൽ പങ്കില്ലേ? ആ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിക്ക് കൂട്ടുത്തരവാദിത്തമാണ് എന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട പത്മകുമാർ തന്നെ പറഞ്ഞില്ലേ? ഇവിടെ ഹൈക്കോടതി ചോദിച്ചില്ലേ അന്വേഷണ സംഘത്തോട്, എന്തുകൊണ്ട് നിങ്ങൾ ശങ്കർദാസിലേക്ക് എത്തുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ വിജയകുമാറിലേക്ക് എത്തുന്നില്ല? ഇന്നലെ മാത്രമാണ് വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ SIT സംഘം തയ്യാറായിട്ടുള്ളത്. അതുപോലും ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ്. ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്തെ പോലീസിലെ ഏറ്റവും ഉന്നതമായ ഒരു ഉദ്യോഗസ്ഥന്റെ പിതാവാണ് എന്നതിന്റെ ഒരു ആനുകൂല്യം ഇവിടെ ശങ്കർദാസിന് കിട്ടുന്നുണ്ടോ എന്ന് പോലും ഈ നാട്ടിലെ ജനങ്ങൾ സംശയിച്ചാൽ അവരെ പറ്റി പറയാൻ സാധിക്കുമോ? നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ചോദിച്ച പോലെ ശബരിമലയിൽ നിന്ന് എത്ര സ്വർണമാണ് മോഷണം പോയത്? ആ മോഷണം പോയ സ്വർണം ആരുടെ കൈവശമാണുള്ളത്? ആരൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്? പത്മകുമാർ പറഞ്ഞത് എന്റെ മാത്രം തീരുമാനമായിരുന്നില്ല, ദൈവതുല്യരായ ചില നേതാക്കന്മാരുടെ നിർദ്ദേശമായിരുന്നു. ആരാണ് ആ ദൈവതുല്യൻ? പിണറായി വിജയനാണോ? ഗോവിന്ദൻ മാഷാണോ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും CPMന്റെ നേതാക്കന്മാരാണോ? ഇവിടെ അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവരണ്ടേ? എത്ര സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേ? അത് പറയാൻ ഈ SIT അന്വേഷണ സംഘത്തിന് ഇതുവരെയും സാധിച്ചിട്ടുണ്ടോ? കടകംപള്ളി സുരേന്ദ്രനുമായി ഏറ്റവും വ്യക്തമായ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വിജയകുമാർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് കടകംപള്ളിയിലേക്ക് അന്വേഷണം പോകുന്നില്ല? ഹൈക്കോടതി പോലും പറഞ്ഞു. ഹൈക്കോടതി പോലും ഈ അന്വേഷണ സംഘത്തോട് ചോദിച്ചില്ലേ? 2019 നടന്ന സ്വർണ്ണക്കൊള്ള മറച്ചു വെക്കാനാണോ 2024 ഈ ശബരിമലയിൽ നിന്ന് വീണ്ടും ദ്വാരപാലക ശില്പങ്ങളും അതോടൊപ്പമുള്ള സംവിധാനങ്ങൾ കൊടുത്തയക്കാൻ വേണ്ടി തയ്യാറായത് എന്ന് അന്വേഷിക്കുന്നുണ്ടോ എന്ന് ഹൈക്കോടതി പോലും ചോദിച്ചില്ലേ? അതിന്റെയെങ്കിലും അടിസ്ഥാനത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ സർക്കാർ ഈ അന്വേഷണ സംഘം തയ്യാറാകണ്ടേ? അപ്പൊ അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുകയാണ്. അന്വേഷണ സംഘത്തിന്റെ ഗതി ഇടയ്ക്ക് വെച്ച് വഴിതിരിഞ്ഞു പോകുന്നത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. സർക്കാരിന്റെ സമ്മർദ്ദത്തിന് അന്വേഷണ സംഘം വഴങ്ങുന്നു. ചില ഉന്നതരായ IPS ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. ഞങ്ങൾ ഒരു കാര്യം ഈ അന്വേഷണ സംഘത്തോടും ആ സമ്മർദ്ദം ചെലുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും പറയുന്നു. ഈ സംസ്ഥാനത്തിനകത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ടപ്പോ ഈ സംസ്ഥാനത്തിനകത്ത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ മാൻഡേറ്റ് എന്ന് പറയുന്നത്, അതൊരു ജനവിധി എന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലടക്കം ഇവിടെ കുറ്റക്കാരായി നിൽക്കുന്ന, പ്രതിസ്ഥാനത്തായി നിൽക്കുന്ന CPMന് കൊടുത്ത രാഷ്ട്രീയമായ തിരിച്ചടിയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2026 നിങ്ങളുടെ പൊന്നുതമ്പുരാനായി കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിനുള്ളിൽ പിണറായി വിജയൻ ഇരിക്കില്ല എന്നുള്ള കാര്യം ഈ അന്വേഷണ സംഘത്തിന്റെ ആളുകൾ ഓർത്തു വെച്ചാൽ അവർക്ക് നല്ലത്. സമ്മർദ്ദം ചെലുത്താൻ നടക്കുന്ന IPS ഉദ്യോഗസ്ഥന്മാരോട് പറയട്ടെ, ശബരിമലയിൽ നടന്നിട്ടുള്ള ഈ കൊള്ളയുൾപ്പെടെ ഈ സംസ്ഥാനത്തിനകത്ത് നടന്നിട്ടുള്ള പോലീസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള നാരായണായാട്ടിന് ആ എണ്ണി കണക്ക് പറയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനും സമ്മർദ്ദപ്പെടുത്താനും അതിന്റെ ഗതിയെ മാറ്റി നിശ്ചയിക്കാനും ഒക്കെ ഇത്തരത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും സർക്കാർ സംവിധാനങ്ങളും ശ്രമിച്ചാൽ അതിനെതിരെ
അതിശക്തമായ സമരങ്ങളുമായി തെരുവിൽ ഞങ്ങൾ ഉണ്ടാകും. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മത്സരിച്ച ഒട്ടുമിക്ക സീറ്റുകളിലും വിജയിച്ചു. ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ മത്സരിച്ച ഒട്ടുമിക്ക സീറ്റുകളിലും ജനം അവരെ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുത്തി. അതെന്തുകൊണ്ടാണ്? ഈ സമരങ്ങൾക്ക് ഞങ്ങൾ തെരുവിലിറക്കുന്നത് സ്വർണ്ണക്കൊള്ള നടത്തുന്നവർക്ക് ചുവന്ന കൊലവലാതി വിധിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പെങ്കിൽ ശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം ഔപചാരികമായി ലോകം മുഴുവൻ അറിയിക്കുന്നു. അതിശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. Yeah.